ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയട്ടെ. നമുക്കിനി പന്തക്കുസ്ത തിരുനാളിന് മുമ്പ് 10 ദിവസം കൂടി ഉള്ളൂ. നമ്മളൊരു 40 ദിവസത്തെ റിമോട്ട് പ്രിപ്പറേഷൻ നമ്മൾ ആരംഭിച്ചു. പക്ഷേ ഇനി ഈ 10 ദിവസം ഇൻറ്റൻസീവ് പ്രിപ്പറേഷനാണ്. തീവ്രമായിട്ട് നമ്മൾ ഒരുങ്ങി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം, പുതിയ പന്തക്കുസ്ത ഏറ്റെടുക്കാൻ പന്തക്കുസ്ത തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിലെ വചന ശുശ്രൂഷ, ആരാധന നഷ്ടപ്പെടുത്താതെ അതിൽ പങ്കുചേർന്നാൽ ഒരു പുതിയ പന്തക്കുസ്ത നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഈ മാറ്റം ആവശ്യമില്ലാത്ത ആരാണുള്ളത്? നമുക്കെല്ലാവർക്കും വേണ്ടതാണ് ഈ മാറ്റം. ചിലർ അറിവില്ലായ്മ കൊണ്ട് ദൈവത്തെ മാറ്റാനുള്ള പരിശ്രമത്തിലാണ്. കർത്താവേ, അതല്ല, ഇതാണ് എനിക്ക് വേണ്ടത്, ഇത് നടത്തി തരണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് മുമ്പോട്ട് പോകുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അതിനേക്കാൾ മാറ്റം വരുത്തേണ്ടത് നമ്മളിലാണ്. നമുക്ക് മാറ്റം വരുന്നെങ്കിൽ, യഥാർത്ഥമായ പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത് എങ്കിൽ, ദൈവത്തിൻ്റെ മനസ്സ് വളച്ചൊടിച്ച് നമ്മുടെ കാര്യം നടത്താൻ നോക്കുന്നതിനേക്കാൾ നമ്മുടെ മനസ്സ് വളച്ചൊടിച്ച് ദൈവഹിതം നിറവേറട്ടെ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു മാറ്റം, അതാണ് പന്തക്കുസ്തായിലൂടെ സംഭവിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തുന്ന കാറ്റാണ്, ദൈവത്തിൻ്റെ കാറ്റ്. ഈ കാറ്റ് വീശിയാൽ നമ്മിൽ മാറ്റം വന്നിരിക്കും. ഒരു വ്യക്തിയുടെ സാക്ഷ്യം ഞാൻ കേട്ടതാണ്. ഒരു കാലത്ത് മദ്യത്തിൻ്റെ അടിമയായിരുന്നു. മദ്യപിക്കാതിരിക്കാൻ പറ്റില്ല, ദിവസവും മദ്യപിക്കുന്ന ഒരു സ്വഭാവം. ഇന്ന് അദ്ദേഹത്തിന് മദ്യപിച്ചവരുടെ അടുത്തിരിക്കാൻ പോലും പറ്റില്ല. ഇത് തൊലിപ്പുറമേയുള്ള മാറ്റമൊന്നുമല്ല. അദ്ദേഹം ആരെയും പേടിച്ചിട്ടോ കാശില്ലാഞ്ഞിട്ടോ കുടിക്കാതിരിക്കുന്നതല്ല. പുള്ളിക്കുണ്ടായ മാറ്റം മൂലം പുള്ളി കുടിക്കാതിരിക്കുന്നതാണ്. മദ്യപിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് പോലും അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള മാറ്റം വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാണ്. ഒരു ദൈവത്തിൻ്റെ ഈ കാറ്റ് നമ്മുടെ മേൽ വീശിയാൽ ഇതുപോലൊരു മാറ്റം നമുക്കും പ്രതീക്ഷിക്കാൻ പറ്റും. ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ തിരിച്ചറിയാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാറ്റാണ്. ഈ കാറ്റടിച്ചാൽ നമ്മുടെ ജീവിതം അതനുസരിച്ച് മാറുന്നത്, രൂപപ്പെടുന്നത്, രൂപാന്തരപ്പെടുന്നത്, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമുക്കിതിന് വലിയ ഒരു തെളിവായിട്ട് എടുക്കാവുന്ന ഒരു വചനഭാഗമാണ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം, ആദ്യത്തെ പന്തക്കുസ്ത. അതിൽ പങ്കെടുത്ത വ്യക്തികൾ അവരുടെ ജീവിതത്തിലുണ്ടായ കാര്യം ഈ അധ്യായം വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഭീരുവായിരുന്ന പത്രോസ് ധൈര്യശാലിയായി മാറി. പിന്നെ ജീവൻ പണയം വെച്ചുകൊണ്ട് പോലും അവൻ പ്രസംഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, ആ പ്രസംഗത്തിൻ്റെയൊക്കെ സൽഫലം വളരെ വലുതായിരുന്നു. ആദ്യത്തെ ആ കന്നി പ്രസംഗത്തിൽ തന്നെ 3000 പേര് വിശ്വാസം സ്വീകരിച്ചു. രണ്ടാമതൊരു പ്രസംഗം കൂടി പറഞ്ഞപ്പം 2000 പേര് കൂടി, അങ്ങനെ വിശ്വാസികളുടെ എണ്ണം 5000 ഉയർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 2-3 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നതാണ്. ഈ കാറ്റടിച്ചാൽ നമ്മുടെ ഈ ജീവിതത്തിൽ മാറ്റം വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, 2 അധ്യായങ്ങൾ വിളിച്ചു പറയുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാറ്റാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം, അവിടെ നമ്മൾ കാണുന്നു ഈ കാറ്റ് ദൈവം അയച്ച ഒരു കാറ്റ്. അത് ചെയ്തത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ഇസ്രായേൽ ജനം ഈജിപ്തുകാരുടെയും ചെങ്കടലിൻ്റെയും നടുക്ക് നിന്ന് മരണം മുന്നിൽ കാണുകയാണ്. അപ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യം 14-ാം അധ്യായം പുറപ്പാട് 14:21 നമുക്ക് കാണാൻ പറ്റും. നീ കടലിന് മീതെ, അല്ലെങ്കിൽ കടലിലേക്ക് നിൻ്റെ വടി നീട്ടിപ്പിടിക്കുക. മോശ അവൻ്റെ സ്റ്റാഫ്, അവൻ്റെ ആ ഒരു വടി അത് നീട്ടിപ്പിടിച്ചു. അപ്പോൾ ദൈവം ചെയ്ത ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റ് ദൈവം അയച്ചു. അതിൻ്റെ ഫലമായിട്ട് ഈ കാറ്റ് വന്നിട്ട് വെള്ളം അവിടുന്ന് വലിച്ചു നീക്കുന്നു. സാധാരണ മനുഷ്യർ നോക്കിയാൽ നടക്കുന്നൊരു കാര്യമാണോ? എത്ര ആയിരക്കണക്കിന് മനുഷ്യർ നോക്കിയാലും നടക്കില്ലാത്ത കാര്യം ദൈവത്തിൻ്റെ കാറ്റ് വന്നപ്പോൾ സാധ്യമായി. ആ വെള്ളം മാറി അവർക്ക് അതിലൂടെ കടന്നു പോകാൻ അവർ രക്ഷപ്രാപിക്കുന്ന ഒരു രംഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നു മറ്റൊരു രംഗം. ദൈവം അയച്ച കാറ്റ് അതുമൂലം സംഭവിച്ചൊരു കാര്യം. സംഖ്യ 11-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം പരാതി പരിഭവം പറഞ്ഞ് ദൈവത്തിനെതിരെ, മോശയ്ക്കെതിരെ എല്ലാം സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈജിപ്തിൽ അവർക്കുണ്ടായിരുന്ന സൗഭാഗ്യം അതൊന്നും ഇപ്പോൾ ഇല്ല. വേണ്ടതുപോലെ അവർക്ക് മാംസം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല. ഇങ്ങനെയെല്ലാം പരാതി പരിഭവം പറഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യം, ഈ ജനത്തിന് ഞാൻ ഏറ്റവും നല്ല മാംസം കൊടുക്കും. ഇനി അതിന് ദൈവം ചെയ്ത ഒരു കാര്യം 31 മുതൽ വായിക്കുമ്പോൾ, സംഖ്യ 11:31 മുതൽ, പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു. ആ കാറ്റ് മൂലം കടലിൽ നിന്ന് കാടപ്പക്ഷികൾ പൊങ്ങി ഇസ്രായേൽക്കാർ താമസിച്ചിരുന്ന അവരുടെ കൂടാരത്തിന് ചുറ്റുമൊന്ന് വീണു. അവർക്കിഷ്ടം പോലെ കഴിക്കാൻ ഏറ്റവും നല്ല മാംസം കാടപ്പക്ഷി ദൈവം അവർക്ക് നൽകുന്നതിനെക്കുറിച്ച് കാണാൻ പറ്റും.
ദൈവം അയച്ച ഒരു കാറ്റ് മൂലമാണ് ഇത് സംഭവിച്ചത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. ഈ കാറ്റ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിരിക്കും. 1 സാമുവേൽ 10-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ വചനങ്ങളിൽ നമ്മൾ കാണുന്നത്, സാവൂളിന് ഒരു അഭിഷേകം ലഭിച്ചു. സാമുവേൽ അവനെ അഭിഷേകിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സാവൂളിനുണ്ടായ കാര്യങ്ങൾ, ഒരു പുതിയ ഹൃദയം അവന് ലഭിച്ചു, പ്രവചിക്കാനുള്ള വരം അവന് ലഭിച്ചു, അവൻ ഒരു പുതിയ സൃഷ്ടിയായി മാറി. ഇവിടെ നമ്മൾ കാണുന്നത് അടിസ്ഥാനപരമായ മാറ്റം, ദൈവം വരുത്തിയ ഒരു അഭിഷേകം വരുത്തിയ മാറ്റമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. വെളിപാട് 21-ന്റെ 5-ാമത്തെ വചനം വായിച്ചാൽ, ഇതാ സകലതും ഞാൻ നവീകരിക്കുന്നു. ഈ നവീകരണം എങ്ങനെയാണ് ദൈവം ചെയ്യുന്നത് എന്ന് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിലൂടെ. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിലൂടെ ഈ മാറ്റം, ഈ നവീകരണം ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ കാറ്റ് ദൈവം നമ്മുടെ മേലും അയക്കും. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, പരിശുദ്ധാത്മാവ് അസാധാരണ ശക്തി പകരും. ഒരു സാധാരണ ശക്തി കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നതിനേക്കാൾ അസാധാരണമായ ശക്തി. ന്യായാധിപന്മാരുടെ പുസ്തകം 14-6 മുതൽ വായിക്കുമ്പോൾ, സാംസന്റെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി കടന്നു വന്നു, അഭിഷേകം കടന്നു വന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു സിംഹത്തെ ആയുധം കൂടാതെ വലിച്ചു കീറിക്കളയാൻ അവന് ശക്തിയുണ്ടായി. അസാധാരണമായ ബലം, അതാ ഒരു അഭിഷേകം അവന് നൽകിയതാണ്. 15-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി സാംസന്റെ മേൽ വന്നു. അപ്പോഴവന് ചെയ്യാൻ സാധിച്ചത്, ഒരു വടക്കയറൊക്കെ കരിഞ്ഞ ചണനൂല് പോലെ പൊട്ടി വീഴുന്നത് കാണാൻ പറ്റും. ആയുടെ ചത്ത ഒരു കഴുതയുടെ അസ്ഥി എടുത്ത് അവൻ ആയിരങ്ങളെ കൊല്ലുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അസാധാരണമായ ശക്തി ഒരു അഭിഷേകത്തിലൂടെ സാധ്യമാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ഈ ഒരു കാറ്റ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വരും ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, പുതിയ പന്തക്കുസ്ത നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഉണ്ടാകാവുന്ന ആ മാറ്റങ്ങൾ, നേട്ടങ്ങൾ അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പന്തക്കുസ്ത തിരുനാളിനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. പുതിയൊരു പന്തക്കുസ്ത അഭിഷേകം ആഗ്രഹിച്ച് നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉദ്ധാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉദ്ധാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.